ചേതോഹരം നവമേഘമേ കുളിർ കൊണ്ടുവാ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വന്ന നിങ്ങളെല്ലാവരോടും ഒരുപാട് സ്നേഹം, സന്തോഷം. ഇതിന് നമുക്ക് സന്തോഷകരം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഒരു വിജയമാണല്ലോ ശരിക്കും. ഓരോ ഷോപ്പുകൾ പുതിയതായിട്ട് ഓപ്പൺ ആവുന്നത് വിജയമാണ്. ദൈവാധീനം വേണം, ഭാഗ്യം വേണം, പിന്നെ നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്കിൻ്റെ ഒരു ഫലമാണ്. അപ്പം മറിയം ബുട്ടീക്കിൻ്റെ ഈ ഒരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ അത് നമുക്ക് ഫാമിലി ആയിട്ട് സാധിച്ചതിൽ ഒരുപാട് സ്നേഹമുണ്ട്, സന്തോഷമുണ്ട്. അതെ, പിന്നെ അപ്പം അതുകൊണ്ട് ചേച്ചിക്ക് ഇനിയും ഒരുപാട് എന്താ പറയുക ഉയരങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഷോപ്പുകൾ ഇനിയും കേരളമെന്ന് മാത്രമല്ല പല സ്റ്റേറ്റുകളിലായിട്ട് അങ്ങനെ വലിയൊരു എന്താ പറയുക ശൃംഖലയായിട്ട് മറിയം ബുട്ടീക്ക് മാറട്ടെ. ഒപ്പം ഇപ്പം നമ്മൾ ഉദ്ഘാടനം ചെയ്ത റോം പാരറ്റ് അവരുടെയും ഇതൊരു വലിയ സെപ്പറേറ്റ് ഒരു വലിയ സെറ്റപ്പായി തന്നെ ഒരു ബ്രാൻഡായിട്ട് തന്നെ വരട്ടെ. അവർക്ക് ഒരുപാട് സന്തോഷം, സ്നേഹം. പിന്നെ നിങ്ങളെല്ലാവരോടും, ഇത് കാണുന്ന പ്രേക്ഷകരെല്ലാവരോടും ഒരുപാട് സ്നേഹം. കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഭാഗമാവാൻ പറ്റുന്നത്. അപ്പം ആത്മജയുടെ രണ്ടാമത്തെ ഉദ്ഘാടനമാണ്. പിന്നെ അപ്പോൾ അന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സ്നേഹം, നന്ദി, സന്തോഷം. ലൈഫിൽ എന്തൊക്കെയാ പുതിയ വിശേഷം? പ്രഗ്നന്റ് ആണ്, രണ്ടാമത് ദേവിക, അതാണ് ഒരു വിശേഷം. പിന്നെ ഞാനൊരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്, അതൊരു ചെറിയ വിശേഷം. പിന്നെ എന്താ വിശേഷം? ഇത്രേ ഉള്ളൂ. ഈ രണ്ട് വിശേഷവും വളരെ വിലപ്പെട്ട വിശേഷമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സ്നേഹം, സപ്പോർട്ട്, പ്രാർത്ഥന ഉണ്ടാവണം. ഇത് തന്നെ പറയാനുള്ളൂ. സിനിമയുടെ കാസ്റ്റിംഗ് ഹീറോ ഗോകുൽ സുരേഷാണ്. പിന്നെ ബാക്കി കാസ്റ്റിംഗ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. സിനിമയാണല്ലോ, അറിയാലോ. അതെല്ലാം ഫൈനൽ സ്റ്റേജ് ആകുമ്പോഴേ നമുക്കെല്ലാം പറയാൻ പറ്റത്തുള്ളൂ. ഫുൾ സപ്പോർട്ട് ഉണ്ടാവുക. നിങ്ങളുടെ ഒരൊറ്റ ധൈര്യത്തിലാണ് ഞാൻ ഈ പണിക്കിറങ്ങിയിരിക്കുന്നത്. ദേവിക ആ സമയത്ത് ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരിക്കും. ഞാൻ അപ്പുറത്ത് പ്രസവിക്കുമ്പോൾ ഇപ്പുറത്തെ എൻ്റെ പടം റിലീസ് ചെയ്യാനുള്ള പ്ലാനിലാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. അറിയത്തില്ല, നമ്മുടെ ആഗ്രഹങ്ങളാണ്. പിന്നെ എല്ലാ ഈശ്വരൻ തരുന്ന പോലെ ഒരു പ്രഗ്നന്റ് ലേഡിയുടെ ഒരു റോൾ ഉണ്ട്, താങ്കൾ വേണമെങ്കിൽ എടുത്തോന്നൊക്കെ പറഞ്ഞു. ഒരു സംഭവം ഉണ്ട്, അത് ഞാൻ കുത്തിക്കയറ്റിയതാണ്. പക്ഷേ എന്നാലും നോക്കാം, നമുക്ക് സാഹചര്യം പോലെ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം, അല്ലേ? ആത്മജനെ എനിക്ക് അഭിനയിപ്പിക്കണമെന്ന് ആത്മജ നമ്മുടെ ഒരു ലക്കി ചാമാണ്. അപ്പം സിനിമ ഹിറ്റാവാൻ അല്ലേ? വലിയ സന്തോഷം. ഞാൻ എപ്പോഴും പറയാം, എനിക്ക് എല്ലാ ദിവസവും വളരെ സന്തോഷമുള്ള ദിവസങ്ങളാണ്. പക്ഷെ ഇപ്പം രണ്ടാമത് കൺസീവ് ആയതും സിനിമയുടെ കാര്യങ്ങളും എല്ലാം എന്താ പറയുക, നല്ല ഓരോ ദിവസവും സന്തോഷങ്ങൾ കൂടി വരികയാണ്. അപ്പം അതിനെല്ലാം എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. എല്ലാവരുടെയും പ്രാർത്ഥന ഉള്ളതുകൊണ്ടും എല്ലാവരും കാണുന്നതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് ഇപ്പം നല്ല കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. ഒരുപാട് സന്തോഷം. ചേട്ടാ, ജീവിതത്തിൽ വരുന്ന നെഗറ്റീവ് കമന്റ്സിനൊക്കെ എങ്ങനെയാണ് ഡീൽ ചെയ്യാറ്? നെഗറ്റീവ് കമന്റ്സ് ആദ്യമൊക്കെ നമുക്ക് ഇച്ചിരി ദുഃഖകരമായി തോന്നിയിട്ടുണ്ട്. പിന്നീട് മറ്റു ആൾക്കാർക്ക് കിട്ടുന്ന നെഗറ്റീവ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത്ര ഇല്ല. അങ്ങനെ ഞാൻ സമാധാനിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഞാൻ നെഗറ്റീവ് പറയാനുള്ള സാഹചര്യങ്ങൾ പൂർവാധികം ശക്തിയോടെ ഒഴിവാക്കുകയാണ് ഇപ്പം ചെയ്യുന്നത്. കാരണം എനിക്ക് ഫീൽ ചെയ്യും പെട്ടെന്ന്. അപ്പോൾ നമ്മളെന്തിനാണ് വെറുതെ എൻ്റെ എനർജി കളയുന്നതെന്ന് വിചാരിച്ച് ഞാൻ നെഗറ്റീവ് പറയാൻ സാധ്യതയുള്ളതൊക്കെ പൊതുവെ ഒഴിവാക്കി പോസിറ്റീവായിട്ട് മാക്സിമം എല്ലാവർക്കും ഇഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യുക. ആരെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടിക്കുമ്പോഴാണല്ലോ നെഗറ്റീവ് പറയുന്നത്. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ പറ്റത്തില്ലെങ്കിലും ബുദ്ധിമുട്ടിപ്പിക്കാത്ത കാര്യങ്ങളങ്ങ് ഒഴിവാക്കി വിടുക. കാരണം ഞാൻ എല്ലാം വായിക്കും. ഞാൻ ഈ സോഷ്യൽ മീഡിയ വരുന്ന എല്ലാ കമന്റ്സും വായിക്കും. അപ്പം ഞാൻ ആ വാല്യൂ കൊടുത്താണ് വായിക്കുന്നത്. അപ്പം പെട്ടെന്ന് ഒരു ബന്ധമില്ലാതെ നമ്മളെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഒരു വിഷമം വരും. പിന്നെ വിഷമം കൂടി വന്നുകൊണ്ട് പിന്നെ നിർത്തി. പിന്നെ സുരേഷ് ചേട്ടനുമായിട്ടുള്ള ആത്മബന്ധം അദ്ദേഹമായിട്ട് വർഷങ്ങളായിട്ട് പരിചയപ്പെട്ട് കൂടെ സഞ്ചരിക്കാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ഭാഗ്യം. അതിൻ്റെ നമ്മുടെ ഒരു എന്താ പറയുക ഈശ്വരാധീനമായിട്ട് കാണുന്നു. ഞാൻ നമ്മുടെ വലിയ സ്ക്രീനിൽ കണ്ട, ഞാനൊക്കെ 100-ാം ദിവസം കമ്മീഷണർ പോയി കണ്ട ആളാണ് ആലപ്പുഴയിൽ. അപ്പോൾ ആ ഫീലിൽ തന്നെയാണ് ഞാനിപ്പോഴും കാണുന്നത്. എനിക്കപ്പോൾ അതുകൊണ്ട് ഓരോ നിമിഷം പരിചയപ്പെടും അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴും എനിക്ക് ആ കമ്മീഷണർ കാണുന്ന ഫീലാണ്. അപ്പോൾ അത് നമ്മുടെ ഒരു ഭാഗ്യമാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ സഞ്ചരിക്കാനൊക്കെ പറ്റുന്നു. പിറന്നാളിന് സോങ് ഒക്കെ കമ്പോസ് ചെയ്തില്ലെന്ന്? അതെ, അത് ചുമ്മാ എന്തായാലും ചെയ്യണമല്ലോ. അപ്പം നമ്മളങ്ങനെ പാട്ടാണ് നമ്മുടെ ഒരു മേഖല, അപ്പം അങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ.
പിന്നെ താരാപഥം ഒന്ന് പാടുമോ രണ്ടുപേരോട്? താരാപഥം ഇപ്പം പാടാൻ പറ്റിയ ഒരു സാഹചര്യമല്ല. ചെറുതായിട്ട് രണ്ടുപേരും കൂടെ ചെറുതായിട്ടൊന്ന് മൂടുവോ? താരാപഥം മൂളാനെന്ന് പറയുമ്പോൾ താരാപഥം ഫീമെയിൽ അല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്? താരാപഥം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിത നവമേഘമേ കുളിർ കൊണ്ടുവാ ഒരു ചെങ്കുറിഞ്ഞിപ്പൂവിൽ നറുചുംബനങ്ങൾ നൽകാം. ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ. ഓക്കെ, താങ്ക് യു.